നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എല്ലാം ജനനം തെളിയിക്കുന്ന ആധികാരിക രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ പുതിയത് എടുക്കാം, നിലവിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് എങ്ങനെ പുതിയത് പ്രിൻ്റ് എടുക്കാം, അതുപോലെ തന്നെ എത്ര പ്രായമുള്ള ആളുകൾക്കും പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ പല അക്ഷയയിൽ പോകുന്ന പല സമയങ്ങളിലും അതല്ലെങ്കിൽ ഗവൺമെൻറ് സേവനങ്ങൾക്കുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഈ പൗരത്വ പ്രശ്നങ്ങൾ, SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനും അത് പ്രിൻ്റ് എടുക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ. ഒരുപാട് രേഖകളും ഒരുപാട് കാര്യങ്ങളുമായി നമ്മൾ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാലിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനും പുതിയത് എടുക്കാനും നഷ്ടപ്പെട്ടു പോയത് പ്രിൻ്റ് എടുക്കാനും എല്ലാം സാധിക്കും. പ്രത്യേകിച്ച് 35-40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുക. നിലവിൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജനനം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ശരി, നമുക്കതിൻ്റെ പ്രിൻ്റ് എടുക്കാം. ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടില്ലെങ്കിൽ പോലും നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യാനും നിലവിലുള്ള ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനും നമുക്ക് വാട്സപ്പ് വഴി ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അതിൽ മറുപടി ലഭിക്കുന്നതാണ്. ഇത് നമ്മളിൽ മാസം 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ നമ്പർ ലഭിക്കുക. ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കാത്തതിൻ്റെ കാരണം, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വിളിക്കുകയും മറ്റും ബുദ്ധിമുട്ട് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് വെറും 29 രൂപയുടെ ഇങ്ങനെ ഒരു പാക്കേജുമായി നമ്മൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇനി ജനം തീരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേര്, ജനന സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ പേരിൻ്റെ കൂടെ ചിലപ്പോൾ ഇനീഷ്യലോ സർനെയിമോ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മറ്റൊരു പേരും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേര് മറ്റൊരു പേരുമാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ SLC ബുക്കിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ ഒരു പേരും അതുപോലെ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ മറ്റൊരു പേരുമാണെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ജൂൺ മാസത്തിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും പോവുകയാണ്. നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്രാവശ്യം 9ാം ക്ലാസ് പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുണ്ട്. അവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പിന്നീട് SLC ബുക്കായി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കാം. അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ 35-40 വയസ്സുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. 2000 മുമ്പ് ജനിച്ച ആളുകൾ, 2000 ആ ഇടയിൽ ജനിച്ച ആളുകൾക്കെല്ലാം ഇപ്പോൾ പുതിയ ജനനം രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. അത് നമുക്ക് വേണ്ട രേഖകൾ എന്ന് പറയുന്നത്, പുതിയ ജനനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട രേഖകൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മുടെ SLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. പണ്ട് നമുക്കറിയാം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പേര് തിരുത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് രേഖകൾ ആവശ്യമുണ്ടായിരുന്നു. 1 name same സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ 2 ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിനാവശ്യമുണ്ടായിരുന്നു. നമ്മൾ ഏത് പഞ്ചായത്തിൽ നിന്നാണ് ജനിച്ചത് ആ പഞ്ചായത്തിൽ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിച്ചത് ആ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് തികച്ചും അത് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോകാൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അവർക്ക് നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും